ഇപ്പം നിങ്ങളെ 4th മൊഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. അപ്പം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നാവിഗേഷൻ സിസ്റ്റം വെർ ഫസ്റ്റ് ഡെവലപ്ഡ് ഇൻ 1950s ടു എയ്ഡ് നാവിഗേഷൻ ഓഫ് ട്രാഫിക് ഇൻ ദ എയർ ആൻഡ് സീസ്. അപ്പോൾ മെയിൻലി ആയിട്ട് നമുക്ക് നാവിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? എയറിൻ്റെ ട്രാഫിക്കോ അല്ലെങ്കിൽ ഓഷ്യനോ സീസിൻ്റെ ട്രാഫിക്കിന് നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാവിഗേഷൻ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം സാറ്റലൈറ്റ് നാവിഗേഷൻ ഓർ സാറ്റ്നാവ് സിസ്റ്റം. അപ്പം സാറ്റലൈറ്റ് നാവിഗേഷൻ്റെ വേറൊരു പേരാണ് സാറ്റ്നാവ്. ദാറ്റ് ഈസ് സാറ്റലൈറ്റിൻ്റെ സാറ്റും നാവിഗേഷൻ്റെ നാവും സിസ്റ്റം ഈസ് എ സിസ്റ്റം that uses satellites to provide autonomous geospatial positioning ആണ്. അപ്പം നമ്മൾ ആ ജിയോസ്പേഷ്യൽ പൊസിഷൻ ഓട്ടോണോമസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാവിഗേഷൻ സാറ്റലൈറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് നാവിഗേഷൻ യൂസ് ചെയ്തത്. ഇറ്റ് അലൗസ് സ്മോൾ ഇലക്ട്രോണിക് റിസീവേഴ്സ് ടു ഡിറ്റർമൈൻ ദിയർ ലൊക്കേഷൻ, ദാറ്റ് ഈസ് ലോങ്ങിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് ഓർ എലിവേഷൻസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാനാണ് അതിൽ ഇലക്ട്രോണിക് റിസീവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഹൈ പ്രിസിഷൻ യൂസിങ് ടൈം സിഗ്നൽസ് ട്രാൻസ്മിറ്റഡ് അലോങ് എ ലൈൻ ഓഫ് സൈറ്റ് ബൈ റേഡിയോ വേവ്സ് ഫ്രം സാറ്റലൈറ്റ്സ്. ഇപ്പോൾ സാറ്റലൈറ്റ്സിൽ നിന്ന് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് റിസീവേഴ്സ് ലൊക്കേഷനെ ഡിറ്റർമൈൻ ചെയ്യും. ഇപ്പോൾ ലോങ്ങിറ്റ്യൂഡ് ആണെങ്കിലും ലൊക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഒരു ലോങ്ങിറ്റ്യൂഡ് ആവശ്യമുണ്ട്, ലാറ്റിറ്റ്യൂഡും പിന്നെ അല്ലെങ്കിൽ ഇലവേഷനും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് റിസീവറിൽ നിന്ന് വരുന്ന സിഗ്നൽസ് നമ്മൾ കറൻറ്റ് ലൊക്കേഷന് അല്ലെങ്കിൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യും, നാവിഗേഷൻ ഹെൽപ്പ് ചെയ്യും, അതല്ലാണ്ട് നമുക്ക് പൊസിഷനെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സാറ്റലൈറ്റ് നമുക്ക് ഒരു ആറ്റോമിക് ക്ലോക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സിങ്ക്രണൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡിജിറ്റൽ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തിനാണ് ഡിജിറ്റലിൽ നമ്മൾ ക്ലോക്ക് യൂസ് ചെയ്യുന്നത്? സിങ്ക്രണൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആറ്റോമിക് ക്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട് സിങ്ക്രണൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ റിസീവർ റിസീവ് സിഗ്നൽ ഫ്രം സെവറൽ സാറ്റലൈറ്റ്സ് ആൻഡ് യൂസ് ടു ഫൈൻഡ് ഇറ്റ്സ് പൊസിഷൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ സിഗ്നൽസ് റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് സെവറൽ സാറ്റലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഓരോ ഇൻഫോർമേഷൻ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ ഓരോ സാറ്റലൈറ്റ്സ് ആവശ്യമുണ്ട്. അപ്പം സെവറൽ സാറ്റലൈറ്റ്സിൽ നിന്ന് സിഗ്നൽസ് റിസീവ് ചെയ്തിട്ട് നമുക്ക് ആ പൊസിഷനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദ റിസീവർ കാൽക്കുലേറ്റ്സ് 4 പാരാമീറ്റേഴ്സ്, ദാറ്റ് ഈസ് ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ടൈം. അപ്പം നമ്മൾ ഈ ഒരു റിസീവർ എന്ന് പറയുന്നത് 4 പാരാമീറ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്, പിന്നെ ലോങ്ങിറ്റ്യൂഡ്, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ടൈം. The receiver generally needs to see at least 4 satellites to calculate 4 unknowns. അപ്പം റിസീവർ 4 പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ 4 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സ് എങ്കിലും ആവശ്യമുണ്ട്. അപ്പോൾ 3 ആണെങ്കിൽ നമുക്ക് ഓൺലി 3 പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം 4 പാരാമീറ്റേഴ്സ് വേണം. അപ്പം അറ്റ്ലീസ്റ്റ് 4 സാറ്റലൈറ്റ്സ്, അതിനെ കൂടുതലാണെങ്കിൽ പ്രശ്നമില്ല, 4 സാറ്റലൈറ്റ്സ് നമുക്ക് നിർബന്ധമാണ് അറ്റ്ലീസ്റ്റ്. Commercial systems are accurate to within a few meters. High-end systems are accurate to within centimeters. നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ്. അപ്പം മെയിൻലി ഈ ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 2 ടൈപ്സ് ആണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് GNSS. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം പ്രൊവൈഡ്സ് കവറേജ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പോൾ ഇതിൽ പറഞ്ഞല്ലേ നേരത്തെ, അപ്പം ഗ്ലോബൽ എന്ന് വെച്ചാൽ വേൾഡാണ്. അപ്പം ഗ്ലോബലിൽ വേൾഡിൽ എല്ലാ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതിലാണ് കുറേ ടൈപ്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ GPS.
പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ GPS അല്ലെങ്കിൽ DGPS. തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ഓർബിറ്റിംഗ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ GLONASS. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഗലീലിയോ. ഫിഫ്ത്ത് വൺ എന്നുള്ളത് പറയുന്നത് കോമ്പസ്. അപ്പോൾ അതിൽ GPS-ഉം DGPS-ഉം ഞാൻ ഈ സ്ലൈഡ്സ് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ തേർഡ് വൺ നോക്കാം. ഓക്കെ, അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ഓർബിറ്റിംഗ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ GLONASS. ഓക്കെ, അപ്പം ഇതിൽ മെയിൻലി നമുക്ക് ഈ ടൈപ്സ് എന്നെല്ലാം പറയുന്നത് സാറ്റലൈറ്റിൻ്റെ നമ്പറിന് വ്യത്യാസം വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 24 സാറ്റലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ അത് ആര് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഒരു സോവിയറ്റ് യൂണിയൻ റഷ്യൻ എയറോസ്പേസ് ഡിഫൻസ് ഫോഴ്സസ് ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം സോവിയറ്റ് യൂണിയനാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ റഷ്യൻ എയറോസ്പേസ് ഡിഫൻസ് ഫോഴ്സാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് സെക്കൻഡ് ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ഇൻ ഓപ്പറേഷൻ. അപ്പോൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നതിൽ സെക്കൻഡ് ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റമാണ് ഗ്ലോബൽ ഓർബിറ്റിംഗ് നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ദിസ് ഓൾസോ ഹാസ് എ കമ്പാരബിൾ പ്രിസിഷൻ വിത്ത് GPS. ഇപ്പോൾ GPS-ഉമായി കമ്പാരബിൾ പ്രിസിഷൻ ഉണ്ട്. പിന്നെ GLONASS constellation is currently in very poor repair and rendering it almost useless as navigation aid. അപ്പോൾ ഫോർത്ത് വൺ ആണ് ഗലീലിയോ. അപ്പോൾ ഗലീലിയോ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റമാണ്. കറൻ്റ്ലി എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു GLONASS എന്ന് പറയുന്നത് റഷ്യനാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് 30 സാറ്റലൈറ്റ്സ് ആണ്, 30 സാറ്റലൈറ്റ്സ്. അപ്പോൾ നേരത്തെ GLONASS എന്ന് പറയുന്നത് 24 സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഹൈ പ്രിസിഷൻ പൊസിഷനിങ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ യൂറോപ്യൻ നേഷൻസിലുള്ള ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള പൊസിഷൻ സിസ്റ്റം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗലീലിയോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റഷ്യനിലാണ് GLONASS നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ GPS യൂസ് ചെയ്യുന്നത് US ആണ്. പിന്നെ ഇന്ത്യൻ യൂസ് ചെയ്യുന്നത് IRNSS. പിന്നെ ചൈനീസാണ് കോമ്പസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗലീലിയോ എന്ന് പറയുന്നത് മോഡേൺ GPS-ഉമായി സാമ്യത ഉണ്ട്, കോമ്പാക്റ്റബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തും ചെയ്യുന്നു വെച്ചാൽ റിസീവേഴ്സ് വിൽ ബി ഏബിൾ ടു കമ്പൈൻ ദ സിഗ്നൽസ് ഫ്രം ബോത്ത് ഗലീലിയോ ആൻഡ് GPS സാറ്റലൈറ്റ്സ് ടു ഇൻക്രീസ് ആക്യുറസി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മോഡേണൈസ്ഡ് GPS സിസ്റ്റവുമായി കോമ്പാക്റ്റബിൾ ആണ് ഇത് ഗലീലിയോ. അപ്പം ഈ ഗലീലിയോയിൽ നിന്ന് വരുന്ന സിഗ്നൽസും പിന്നെ GPS-ൽ നിന്ന് വരുന്ന സിഗ്നൽസും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അത് ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗലീലിയോ എന്ന് പറയുന്നത് 2020 ആകുമ്പോഴത്തേക്ക് ഫുൾ സർവീസായി എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് പണ്ടത്തെ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ യൂസ് ഓഫ് ബേസിക് സർവീസസ് വിൽ ബി ഫ്രീ ആൻഡ് ഓപ്പൺ ടു എവ്രി വൺ. അപ്പം ഇതിലത്തെ ഈ ഒരു ഗലീലിയോൻ്റെ ബേസിക് സർവീസസ് ആയിട്ടുള്ളത് എല്ലാവർക്കും ഫ്രീ ആൻഡ് ഓപ്പൺ ആണ്. പക്ഷേ എന്താ ഹൈ പ്രിസിഷൻ കാപ്പബിലിറ്റി ഉണ്ടാവും, അത് കൊമേഴ്ഷ്യൽ യൂസേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററി യൂസേഴ്സിന് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗലീലിയോ ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ കോമ്പസ്. അപ്പോൾ കോമ്പസ് ഞാൻ നേരത്തെ പറഞ്ഞു അതൊരു ചൈനീസ് സിസ്റ്റമാണ്. അപ്പോൾ കോമ്പസ് ഈസ് എ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം കറൻ്റ്ലി ഡെവലപ്ഡ് ബൈ ചൈന. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഇറ്റ്സ് റീജിയണൽ ബൈജിയോ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം BDS, ഓൾസോ നോൺ ആസ് ബൈജിയോ 2. അപ്പോൾ ഇതിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് 2020 കംപ്ലീറ്റ് ആവുമെന്നാണ് എക്സ്പെക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് 35. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു GLONASSൽ യൂസ് ചെയ്യുന്നത് 24, പിന്നെ ഗലീലിയോയിൽ യൂസ് ചെയ്യുന്നത് 30 ആൻഡ് കോമ്പസിൽ യൂസ് ചെയ്യുന്നത് 35. ഓക്കെ, സെക്കൻഡ് ടൈപ്പാണ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. അപ്പോൾ നേരത്തെ കണ്ടു ഗ്ലോബൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ് നേരത്തെ കണ്ടിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് വൺ ആണ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻറ്റയർ ഗ്ലോബ് വൈഡ് ഏരിയ കവറേജിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പർട്ടിക്കുലർ റീജിയനൊക്കെ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു ടൈപ്പാണ് ക്വാസി സെനിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് QZSS.
അപ്പോൾ ക്വാസി സെനിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ QZSS ഈസ് എ 4 സാറ്റലൈറ്റ് റീജിയണൽ ടൈം ട്രാൻസ്ഫർ സിസ്റ്റം ആൻഡ് ആൻ എൻഹാൻസ്ഡ് 4 GPS കവറിങ് ജപ്പാൻ ആൻഡ് ഏഷ്യ ഓഷ്യാനിയ റീജിയൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റീജിയന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്വാസി സെനിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജപ്പാനും പിന്നെ ഏഷ്യ ഓഷ്യാനിയ റീജിയനിലേക്ക് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 4 സാറ്റലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു QZSSൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഹൈ പ്രിസൈസ്ഡ് ആൻഡ് സ്റ്റേബിൾ പൊസിഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏഷ്യ ഓഷ്യാനിയ റീജിയനിൽ നമ്മൾ ഹൈ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 സാറ്റലൈറ്റ് സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഓൺ എ ബേസിസ് ആസ് ജനുവരി 12, 2018. എന്നിട്ട് അത് ലോഞ്ച് ചെയ്തതാണ് നവംബർ 2018. പിന്നെ ആൻ ഇൻഡിപെൻഡൻറ്റ് സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം വിത്ത് 7 സാറ്റലൈറ്റ് ഈസ് പ്ലാൻഡ് ഫോർ 2020. അപ്പോൾ ഇപ്പം 4 സാറ്റലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 7 സാറ്റലൈറ്റ് വെച്ചിട്ട് 2023 പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സെക്കൻഡ് വൺ ആണ് റീജിയണലിൽ സെക്കൻഡ് വൺ ആണ് IRNSS, ദാറ്റ് ഈസ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പം ഈ പേരിൽ തന്നെ കാണാൻ പറ്റും. അപ്പം ഇന്ത്യ റീജിയണിൽ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് IRNSS, ദാറ്റ് ഈസ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. IRNSS ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ബീങ് ഡെവലപ്ഡ് ബൈ, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് ISRO ആണ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, വിച്ച് വുഡ് ബി അണ്ടർ ദ ടോട്ടൽ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്. ISRO എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാൽ ആക്യുറേറ്റ് പൊസിഷൻ ഇൻഫർമേഷൻ സർവീസസ് യൂസറിന് ഇന്ത്യയിലുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ ബൗണ്ടറീസിലൊരു 1500 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രൈമറി സർവീസസിൽ. ഓക്കെ, അപ്പോൾ IRNSS എന്ന് പറയുന്നത് ഇന്ത്യൻ യൂസേഴ്സിന് നമ്മൾ ആക്യുറേറ്റ് പൊസിഷൻ ഇൻഫർമേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും, പിന്നെ അതിൻ്റെ ബൗണ്ടറീസിലൊരു 1500 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ IRNSS എന്ന് പറയുന്നത് 2 ടൈപ്പ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസും പിന്നെ ഒന്നെന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് സർവീസസ് ആണ്. 2 ടൈപ്സ് ഓഫ് സർവീസസ് ഈ ഒരു IRNSS പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് എന്ന് പറയുന്നത് എല്ലാ യൂസേഴ്സിനും പ്രൊവൈഡ് ചെയ്യും, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പൊസിഷനിങ് സർവീസസ്. പിന്നെ റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത് എൻക്രിപ്റ്റഡ് സർവീസസ് ആണത്. അപ്പോൾ അതൊരു ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ടൈപ്പുള്ള സർവീസസ് ആണ്, ഒന്ന് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് പിന്നെ ഒന്ന് റെസ്ട്രിക്റ്റഡ് സർവീസസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ് എന്ന് പറയുന്നത് എല്ലാ യൂസേഴ്സിനും യൂസ് ചെയ്യാനും പറ്റും. റെസ്ട്രിക്റ്റഡ് സർവീസസ് എന്ന് പറയുന്നത് ഒരു ഓതറൈസ്ഡ് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും. IRNSS സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ടു ബി പ്രൊവൈഡ് എ പൊസിഷൻ ആക്യുറസി ഓഫ് ബെറ്റർ ദാൻ 20 മീറ്റർ ഇൻ എ പ്രൈമറി സർവീസ് ഏരിയ. അപ്പോൾ ആപ്ലിക്കേഷൻ നോക്കാം നമുക്ക്. കുറച്ച് IRNSSൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. എക്സാമിന് ചിലപ്പോൾ 5 മാർക്സിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ടെറിസ്ട്രിയൽ, ഏരിയൽ ആൻഡ് മെറൈൻ നാവിഗേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വെഹിക്കിൾ ട്രാക്കിംഗ് ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്, ഇൻറ്റഗ്രേഷൻ വിത്ത് മൊബൈൽ ഫോൺസ്, പ്രിസിഷൻ ടൈമിംഗ്, മാപ്പിംഗ് ആൻഡ് ജിയോഡെറ്റിക് ഡാറ്റ ക്യാപ്ചർ, ടെറിസ്ട്രിയൽ നാവിഗേഷൻ എയ്ഡ് ഫോർ ഹൈക്കർ ആൻഡ് ട്രാവലേഴ്സ്, വിഷ്വൽ ആൻഡ് വോയിസ് നാവിഗേഷൻ ഫോർ ഡൈവേഴ്സ്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത് ഫസ്റ്റ്? അപ്പോൾ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ് നിങ്ങളെ ഈ ഒരു 4th മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടിലെ ടോപ്പിക്. അപ്പോൾ അതിൽ അണ്ടറിലാണ് വരുന്നത് ഏതൊക്കെയാണ്? ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമും റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ താഴെയാണ് നമ്മൾ GPS, DGPS, GLONASS, ഗലീലിയോ, കോമ്പസ് അതൊക്കെ വരുന്നത്. ഓക്കെ, ഇത്രയാണ് 5 വരുന്നത്. അതിൽ GPS-ഉം DGPS-ഉം ഞാൻ പറയാം. പിന്നെ നമ്മൾ ഈ 3 പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റീജിയണൽ
സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിലാണ് 2 ടൈപ്സ് പഠിച്ചിട്ടുള്ളത്. ക്വാസി സെനിറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് QZSS, പിന്നെ IRNSS ദാറ്റ് ഈസ് റീജിയണൽ ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഈ PDF നന്നായി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.